കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത മഴയിൽ പാലാ നഗരം തന്നെ വെള്ളത്തിലായി. പാലാ, കുരിശുപള്ളി, കൊട്ടാരമറ്റം, മുത്തോലി എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. മുത്തോലി ഭാഗത്തെ വീടുകൾ പൂർണ്ണമായും ഭാഗികമായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലാ നഗരം പൂർണ്ണമായും വെള്ളത്തിലായി. രാവിലെ മുതൽ തന്നെ പാലായിൽ വെള്ളക്കെട്ടാണ് രൂക്ഷമാണ്. വിവിധ മേഖലകളിൽ വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. പാലാ മുത്തോലിയിലാണ് ഞാൻ നിൽക്കുന്നത്. മുത്തോലിയിൽ വിവിധ മേഖലകളിൽ വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വീടുകൾ ഭാഗികമായും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സാഹചര്യം, വീട്ടുപകരണങ്ങളടക്കം കേടുപാട് വന്നിരിക്കുന്ന സാഹചര്യം. ഈ പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളെയും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാലായിൽ തന്നെയുള്ള സ്കൂളുകളിലടക്കം ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം നശിച്ച് ഈ മാറ്റി വെച്ചിരിക്കുന്ന കാഴ്ചകൾ, വീട് ഭാഗികമായി വെള്ളത്തിനടിയിലായിരിക്കുന്ന കാഴ്ച. ഈ പ്രദേശത്തുള്ള വീടുകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മുത്തോലിയോട് ചേർന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് 16ഓളം വീടുകളാണുള്ളത്. ഈ 16ഓളം വീടുകൾ പൂർണ്ണമായും വെള്ളത്തിലായി എന്ന് തന്നെ പറയുന്ന സാഹചര്യമാണ്. വീടുകൾക്കുള്ളിലേക്കും വെള്ളം കടന്നിരിക്കുന്നതിനാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ അടക്കം കേടുപാടുകൾ വന്നിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ വെള്ളപ്പൊക്കത്തിന് ശേഷവും ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം. ഇലക്ട്രോണിക് ഗൃഹോപകരണങ്ങളടക്കം കേടുപാട് വന്ന് വീടിന് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ പ്രദേശത്ത് വ്യാപകമായി ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ നിന്നും ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. പാലയോട് ചേർന്നിരിക്കുന്ന വിവിധ മേഖലകളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ച ഉപകരണങ്ങളും മറ്റും മാറ്റി വെച്ചിരിക്കുന്നു. വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഗൃഹോപകരണങ്ങളടക്കം മാറ്റുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുകയായിരുന്നു. പക്ഷേ മഴ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കഠിനമായ മഴയാണ്, നിർത്താതെ പെയ്യുന്ന മഴയാണ് ഈ മേഖലകളിലെല്ലാം ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലാ നഗരം പൂർണ്ണമായും വെള്ളത്തിലായി എന്ന് തന്നെ പറയാം. പാലായിൽ മുത്തോലി, പാലാ നഗരം, പാലാ കുരിശുപള്ളി അടക്കമുള്ള കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അടക്കമുള്ള വിവിധ മേഖലകളെല്ലാം തന്നെ വെള്ളത്തിലായിരിക്കുന്നു. വീടുകളിലടക്കം വെള്ളം കയറിയിരിക്കുന്നു. ഏകദേശം പാലായോട് ചേർന്നിരിക്കുന്ന മുഴുവൻ വീടുകളിലും വെള്ളം ഉണ്ട്, വെള്ളക്കെട്ട് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശവാസികളടക്കം ഈ ഭാഗത്തുണ്ട്. വീടുകളിലടക്കം വെള്ളമായി. മുഴുവൻ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ മുടിഞ്ഞ ദുരിതം തന്നെ? വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം തന്നെ ഇത് ഇനി വെള്ളം ഇറങ്ങിപ്പോയെന്ന് കൂട്ടിക്കോ. ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ ചെളി കോരണമെങ്കിൽ 2 ദിവസം എടുക്കും. ഈ പഞ്ചായത്ത് നമുക്ക് ഒരു ഉപകാരം ചെയ്യുന്നുമില്ല. എന്നാൽ ഇത് എന്തെങ്കിലും ഒന്ന് ഇവിടെ എത്ര വീടുകളാണ്? ഇവിടെ 10-34 വീടുണ്ട്. 34 വീടിനകത്ത് ഇത് തന്നെ അവസ്ഥ. ആരെയും ഇത് അങ്ങോട്ട് നോക്കിയാൽ ഷീറ്റ് വരെ മുങ്ങിക്കിടക്കുന്നുണ്ടോ വീടുകൾ? ഇത് ഈ അവസ്ഥ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. ഇവര് ഈ മുഖ്യമന്ത്രിയാണെങ്കിലും ഈ പ്രധാനമന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും ഇവരെ ഒന്ന് കാണണ്ടേ ഇതൊക്കെ? ഈ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് അടക്കമുള്ള ഈ വീട്ടിൽ കുടുംബങ്ങളെയൊക്കെ മാറ്റിയോ? വെള്ളം സുരക്ഷിത മാറ്റിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്. അവർക്ക് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ക്യാമ്പിലോട്ട് മാറിയിട്ടുണ്ട്. സ്കൂളുകളിലേക്കടക്കം ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിർത്താതെ പെയ്യുന്ന മഴ, തോരാതെ പെയ്യുന്ന മഴയാണ് ഈ സാഹചര്യം കൂടുതൽ ദുർഘടമാക്കി മാറ്റുന്നത്. കിഴക്കൻ മേഖലയിൽ, കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലടക്കമുള്ള സാഹചര്യങ്ങളാണ് ഈ പ്രദേശത്തേക്കും ഈ മഴവെള്ളപ്പാച്ചിൽ കൂടുതലായി മീനച്ചിലാറിലടക്കം ജലനിരപ്പ് ഉയർന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട നഗരം, ഒപ്പം തന്നെ ഈ പാലായുടെ വിവിധ മേഖലകൾ എല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിലായിരിക്കുക. അതിനൊരു മഴയ്ക്കൊരു ശമനമില്ല എന്നുള്ളതാണ്. ഈ സ്ഥിതി അതീവ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തുടരുന്നു എന്നുള്ളത് പാലയിൽ നിന്നും ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ പറയേണ്ടി വരുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.